ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ആദ്യമേ തന്നെ ഈ വർഷം 10th-ലും 12th-ലും ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ വിദ്യാർത്ഥികൾക്കും, പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മാർത്തോമാ സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ പേരിൽ അഭിനന്ദനങ്ങളും അനുഗ്രഹങ്ങളും നേരുന്നു. എന്നാൽ ആഗ്രഹിച്ചതുപോലെ വിജയം ലഭിക്കാത്ത, പരാജയപ്പെട്ടുപോയ, മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളെയും പ്രത്യേകമായി പ്രാർത്ഥനയിൽ ഓർക്കുന്നു. പരാജയം ഒരിക്കലും ജീവിതത്തിൻ്റെ അവസാനമല്ല. നിരന്തരമായി പരിശ്രമിക്കുക. ഏറ്റവും നന്നായി പരിശ്രമിക്കുന്നതിന് ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. ജൂൺ മാസം 1-ാം തീയതി ഞായറാഴ്ച നാം സഭയായി ചിന്തിക്കുന്ന വിഷയം വിദ്യാഭ്യാസം, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ വളരുക. ഇറ്റ്സ് എ ബിഗിനിങ് ഓഫ് ദ ന്യൂ അക്കാഡമിക് ഇയർ. നമ്മുടെ തീം എഡ്യൂക്കേഷൻ ഗ്രോ ഇൻ ദ ഗ്രേസ് ഓഫ് ഗോഡ് ആൻഡ് ഹ്യൂമൻസ് എന്നുള്ളതാണ്. അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 40 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ്. സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 2 verses 40 to 52. നമുക്ക് ഒരു വാക്യം വായിക്കാം. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഒരാൾ മൈക്കൽ ആഞ്ചലോയോട് ചോദിച്ചു, എത്ര മനോഹരങ്ങളായ കലാസൃഷ്ടി എങ്ങനെ ചെയ്യുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാൻ കല്ലിന്മേൽ ശില്പങ്ങൾ പണിയുന്നതിന് മുമ്പേ ആ കല്ലിൽ ശില്പമുണ്ട്. എന്നാൽ അനാവശ്യമായ ഭാഗങ്ങൾ ചെത്തിക്കളയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജീവിതമെന്ന ശ്രേഷ്ഠമായ കലാസൃഷ്ടിയെ മെനയുന്നതിന്, ശരിയായ തിരഞ്ഞെടുപ്പുകൾ ജീവിതത്തിൽ എടുക്കുന്നതിന് നമുക്ക് അറിവുകൾ ആവശ്യമാണ്, വിദ്യാഭ്യാസം ആവശ്യമാണ്. മൈക്കൽ ആഞ്ചലോയുടെ സൃഷ്ടി ലോകത്തിൽ വെച്ച് ഏറ്റവും മഹത്തരമായി തീർന്നത് അനാവശ്യമായതിനെ, വേണ്ടാത്തതിനെ ചെത്തിക്കളയുവാൻ അദ്ദേഹത്തിന് സാധിച്ചതുകൊണ്ടാണ്. അനാവശ്യമായവ, ചെത്തിവെടിപ്പാക്കേണ്ടവ മനുഷ്യജീവിതത്തിൽ എന്തെല്ലാമാണ് എന്ന തിരിച്ചറിവ് നമ്മൾക്ക് വിദ്യാഭ്യാസത്തിലൂടെ, അറിവിലൂടെ ഉണ്ടാകുന്നതാണ്. സുഭാഷ് ചന്ദ്രൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, മനുഷ്യൻ്റെ ഉള്ളിലെ നൈസർഗ്യമായ സർഗാത്മകതയെ പുറത്തു കൊണ്ടുവരുന്നതിന് അറിവ് വളരെ പ്രധാനമാണ്. വിദ്യാഭ്യാസ മേഖല, വിദ്യാഭ്യാസം കുഞ്ഞുങ്ങളെ സഹായിക്കുന്നത് അവരുടെ ഉള്ളിലെ സർഗാത്മകതയെ, ഇൻട്രിൻസിക് വാല്യൂസിനെ പുറത്തു കൊണ്ടുവരുവാൻ സഹായിക്കുന്നു. മനുഷ്യൻ്റെ ഉള്ളിലെ നന്മയെ കാണാൻ സഹായിക്കുന്നു. മനുഷ്യൻ്റെ ഉള്ളിലെ വ്യക്തിത്വത്തെ പുറത്തു കൊണ്ടുവരുവാൻ സഹായിക്കുന്നു. വിദ്യാഭ്യാസ മേഖല ഇന്ന് അനന്തമായ സാധ്യതകൾ നൽകുന്നതാണ്. ലോകത്തിൻ്റെ ഏത് കോണിലും പോയി പഠിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. ബട്ട് ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ നെവർ എൻഡ്സ്. നിരന്തരം നാം അറിവ് നേടിക്കൊണ്ടേയിരിക്കണം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, നിരന്തരം നാം പഠിച്ചുകൊണ്ടേയിരിക്കണം. പുതിയ പുതിയ കോഴ്സുകൾ ചെയ്യാൻ പറ്റിയാൽ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരിക്കലും നിർത്താതെ നമ്മുടെ അറിവ് തേടിയുള്ള അന്വേഷണം മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 40-ാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ വളർച്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. 4 തരത്തിലുള്ള വളർച്ച നാം വേദഭാഗത്ത് കാണുന്നുണ്ട്. ഇൻ്റലക്ച്വൽ ഗ്രോത്ത്, ഫിസിക്കൽ ഗ്രോത്ത്, സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് സോഷ്യൽ ഗ്രോത്ത്. ഇൻ്റലക്ച്വൽ ഗ്രോത്ത്, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു. യേശുവോ ജ്ഞാനത്തിൽ വളർന്നു. ജീസസ് ഗ്രൂ ഇൻ വിസ്ഡം. 12-ാമത്തെ വയസ്സിൽ യേശു പെരുന്നാളിൻ്റെ ഭാഗമായി ദേവാലയത്തിൽ പോയപ്പോൾ ഉപദേഷ്ടാക്കന്മാരോട് ചോദ്യങ്ങൾ ചോദിച്ചു, ഉത്തരങ്ങൾ കണ്ടെത്തി. ആൽബർട്ട് ഐൻസ്റ്റീനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് 1 മണിക്കൂർ തന്നാൽ നിങ്ങൾ എന്തു ചെയ്യും? അദ്ദേഹം പറഞ്ഞു, ഞാൻ 55 മിനിറ്റ് ആ പ്രോബ്ലത്തെക്കുറിച്ച് ചിന്തിക്കും. 5 മിനിറ്റ് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എടുക്കും. സോ തിങ്കിങ്, ക്വസ്റ്റ്യനിങ്, ലിസ്ണിങ്, ഫൈൻഡിങ് ആൻസർ, ഇറ്റ്സ് പാർട്ട് ഓഫ് ലേണിംഗ്. നമ്മുടെ പള്ളികളിൽ കുഞ്ഞുങ്ങൾ വരുമ്പോൾ
അവരുടെ ക്യൂരിയോസിറ്റി വളർത്തുന്ന തരത്തിൽ അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാൻ നാം അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ചോദ്യങ്ങൾ ചോദിക്കുകയും ഒരുമിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തുകയും അങ്ങനെയുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ ജ്ഞാനം, വിവേകം വർദ്ധിപ്പിക്കും. കർത്താവായ യേശുക്രിസ്തു ജ്ഞാനത്തിൽ വളർന്നു എന്ന് നാം വായിക്കുന്നു. 2, യേശുവിൻ്റെ ശാരീരിക വളർച്ചയാണ്. യേശുവിന് ശാരീരിക വളർച്ചയുണ്ടായി, പൈതൽ വളർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ജീസസ് ഗ്രൂ ഇൻ സ്റ്റേച്ചർ. പൈതൽ വളർന്നു. വളരുക, വളർത്തപ്പെടുക, അതിൽ വ്യത്യാസമുണ്ട്. Education is not only about books and exams. It includes the development of discipline, responsibility, and character. Jesus grew in stature, which implies a balanced, disciplined life. വിദ്യാഭ്യാസം കുട്ടികളുടെ അവരുടെ ശരീരം വളരുന്നതനുസരിച്ച് അവരുടെ വ്യക്തിത്വത്തെ വളർത്തുവാൻ സഹായിക്കുന്നുണ്ട്, അവരെ തന്നെ രൂപപ്പെടുത്തുവാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ശരീരം മാത്രമല്ല, ശരീരത്തോടൊപ്പം വ്യക്തിത്വവും വളരുന്ന തരത്തിൽ വിദ്യാഭ്യാസം, അറിവ് നേടുന്നതിലൂടെ കുഞ്ഞുങ്ങൾക്ക് സഹായകരമായി തീരുന്നു. വീണ്ടും 40-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശു ആത്മാവിൽ നിറഞ്ഞു. ജീസസ് ഗ്രൂ സ്പിരിച്വലി. ദൈവത്തിൻ്റെ കൃപയിൽ വളർന്നു. സൺഡേ സ്കൂളും ദേവാലയ ശുശ്രൂഷകളും കുഞ്ഞുങ്ങളെ ആത്മീയമായി വളർത്തുന്നു. നാം ആരാധനാനുഭവത്തിൽ ജീവിക്കുന്നതും ആധ്യാത്മികതയിൽ ശ്രദ്ധിക്കുന്നതിലൂടെയും നമ്മൾ ആത്മീയമായി വളരുകയാണ്. അതുകൊണ്ടാണ് എല്ലാ വർഷവും വിദ്യാരംഭ സ്തോത്ര ദിനത്തിൽ കുഞ്ഞുങ്ങളെ നാം നിരന്തരം പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. പരീക്ഷയിൽ ജയിച്ചാലും ജീവിതത്തിൽ പരാജയപ്പെടാതിരിക്കുവാൻ കുഞ്ഞുങ്ങൾ ദേവാലയത്തോട് ചേർന്ന് വളരണം. അവർ അത്തരത്തിൽ വളർത്തപ്പെടണം. സോ ലെറ്റ് us not focus only on grades and performance, but foster faith, prayer and values in our children. 4-മതായി നാം യേശുവിൻ്റെ ദേവാലയ അനുഭവത്തിലൂടെ നാം കാണുന്നത്, ജീസസ് ഗ്രൂ ഇൻ ഫേവർ വിത്ത് പീപ്പിൾ. യേശു മനുഷ്യരുടെയും കൃപയിൽ വളർന്നു. 52-ാമത്തെ വാക്യം നാം വായിക്കുന്ന പ്രകാരമാണ്, യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു എന്ന് നാം വായിക്കുന്നു. ജീസസ് ലേൺ ടു ലിവ് ഇൻ എ കമ്മ്യൂണിറ്റി. ഹി ഒബെയ്ഡ് ഹിസ് പേരൻസ്. ഹി വാസ് റെസ്പെക്ട്ഫുൾ, കൈൻഡ് ആൻഡ് കോപ്പറേറ്റീവ്. യേശു ഒരു സമൂഹത്തിലാണ് വളർന്നത്. അതുകൊണ്ടാണ് യേശുവിനെ ആ പെരുന്നാൾ ദിവസം കാണാതെ പോയപ്പോൾ ബന്ധുക്കളോടൊപ്പം ഉണ്ടാകുമെന്ന് ജോസഫും മറിയയും ഊഹിക്കുവാനുള്ള കാരണവും അതുതന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ മാത്രം വളർത്തപ്പെടേണ്ടവരല്ല. ഈ സമൂഹവുമായുള്ള ബന്ധത്തിൽ വളരുമ്പോഴാണ് അവർക്കൊരു സോഷ്യൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. യേശു കർത്താവ് ഒരു സമൂഹത്തിൻ്റെ അപജയങ്ങളെ കാണുന്നതിനും അതിനോട് പ്രതികരിക്കുന്നതിനും ക്രിയാത്മകമായി ഒരു സമൂഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷന് വേണ്ടി പ്രവർത്തിക്കുവാൻ യേശു കർത്താവിന് സാധിച്ചത്, യേശു കർത്താവിൻ്റെ ബാല്യകാലം മുതൽ യേശു കർത്താവിനെ സമൂഹവുമായി ജോസഫ് മറിയയും ചേർത്ത് നിർത്തി വളർത്തുന്നതിന് സാധിച്ചു എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു പ്രിൻസിപ്പൽ പറഞ്ഞു, ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് is not the one with the highest marks, but the one who lifts others up along the way. In a world of competition, let's teach the next generation the value of relationship over rivalry. ഈ ഒരു പുതിയ കാലഘട്ടം മത്സരത്തിൻ്റെ കാലഘട്ടമാണ്. ഒരുമിച്ച് എങ്ങനെ വിജയിക്കാം എന്നുള്ളതാണ് നാം കുഞ്ഞുങ്ങളെ, പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടത്. The ability to work with others, to show empathy and grace is just as vital as academic excellence. ഞാൻ എൻ്റെ ഈ ധ്യാനം കൺക്ലൂഡ് ചെയ്യട്ടെ. നാം ധ്യാനമായി തിരഞ്ഞെടുത്ത വേദഭാഗത്തിൻ്റെ ഒരു ലൈഫ് ആപ്ലിക്കേഷൻ ഇപ്രകാരം നമുക്ക് സമ്മറൈസ് ചെയ്യാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ ബാല്യകാലത്ത് യേശു കർത്താവ് 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടാണ് നാം ഈ വേദഭാഗം വായിക്കുന്നത്. യേശു കർത്താവിൻ്റെ മാതാപിതാക്കളോടൊപ്പം ജോസഫിനോടും മറിയയോടൊപ്പം യേശു കർത്താവ് ബാല്യകാലത്തിൽ ദേവാലയത്തിൽ പോയതും ഉപദേഷ്ടാക്കന്മാരുടെ ചോദ്യങ്ങൾ ചോദിച്ചതും
യേശു കർത്താവിനെ കാണാതെ പോയ മാതാപിതാക്കൾ വിഷമിച്ചതും തിരികെ അവർ ദേവാലയത്തിൽ വന്ന് യേശു ക്രിസ്തുവിനെ കാണുന്നതൊക്കെയാണ് നമ്മൾ ഈ വേദഭാഗത്ത് വായിക്കുന്നത്. അപ്പോൾ യേശു കർത്താവിൻ്റെ വളർച്ച 4 തരത്തിലാണ് എന്ന് നാം ചിന്തിക്കുവാനായിട്ട് ശ്രമിച്ചു. ജീസസ് ഗ്രൂ ഇൻ വിസ്ഡം, ജീസസ് ഗ്രൂ ഇൻ സ്റ്റേച്ചർ, ജീസസ് ഗ്രൂ സ്പിരിച്വലി, ജീസസ് ഗ്രൂ സോഷ്യൽ. ദർ വാസ് എ സോഷ്യൽ ഗ്രോത്ത് ഇൻ ജീസസ് ലൈഫ്. യേശു കർത്താവിന് സമൂഹവുമായി ബന്ധത്തിൽ വളരുന്നതിന് സാധിച്ചു. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ലൈഫ് ആപ്ലിക്കേഷൻ നമ്മൾ ഇപ്രകാരം സമ്മറൈസ് ചെയ്യാം. സ്റ്റുഡൻസ്, ബി ലൈക്ക് ജീസസ്, ക്യൂരിയസ്, ഹംബിൾ, ഒബീഡിയൻറ്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ. പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ജീസസിനെയാണ് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് എക്സാമ്പിൾ. ഹി വാസ് ക്യൂരിയസ്, ഹി വാസ് ഹംബിൾ, ഹി വാസ് ഒബീഡിയൻറ്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ. പേരൻസ്, ക്രിയേറ്റ് എ ഹോം വെയർ ലേണിംഗ് ആൻഡ് പ്രേ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആധ്യാത്മികമായ വളർച്ചയും ആവശ്യമാണ്. അവർ നന്നായി പഠിച്ച് അറിവ് നേടി നല്ല മാർക്ക് വാങ്ങുന്നതിനേക്കാൾ അപ്പുറമായി അവർ ദൈവവിഷയമായി സമ്പന്നരാകേണ്ടതും ആവശ്യമാണ്. സോ ക്രിയേറ്റ് എ ഹോം വെയർ ലേണിംഗ് ആൻഡ് പ്രേ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ടീച്ചേഴ്സ്, ബി ലൈക്ക് ദ ടെമ്പിൾ ടീച്ചേഴ്സ്. എങ്ങനെയാണോ ഉപദേഷ്ടാക്കന്മാർ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചത്, അതുപോലെ അധ്യാപകരായവരും കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാൻ സാധിക്കണം. വെൽക്കമിങ്, ഗൈഡിങ് ആൻഡ് പേഷ്യൻ. അതായിരുന്നു ഈ ഉപദേഷ്ടാക്കന്മാരെ നമ്മൾ ദേവാലയത്തിലുള്ള ഉപദേഷ്ടാക്കന്മാരെ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. They were so welcoming. They guided Jesus. They were so patient in listening Jesus Christ. Church, let's make our church a space where minds are inspired and spirits are formed. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാനും ഒരുമിച്ച് ഉത്തരം കണ്ടെത്തുവാനുള്ള ഒരു സ്പേസ് നമ്മുടെ സഭയ്ക്കുള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടത് ആവശ്യമാണ്. പള്ളിയോട് ചേർന്നുള്ള അറിവുകൾ, ആധ്യാത്മികമായ അറിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നുവെന്ന് നാമും ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഈ വർഷത്തെ വിദ്യാഭ്യാസ ഞായറും ഒരു പുതിയ അക്കാഡമിക് ഇയറും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. അറിവ് നിരന്തരമായി നേടുവാനായിട്ടുള്ളതാണ്. ഇത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അറിവ് നിരന്തരമായി നേടിക്കൊണ്ടേയിരിക്കേണ്ടതാണ്. എന്നാൽ നാം ഈ ലോകത്തിൽ നേടുന്ന അറിവിനേക്കാളും ഉപരിയായി ദൈവവചനത്തിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന ആത്മീയ അറിവും നാം നേടേണ്ടത് ആവശ്യമാണ്. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണത സാധ്യമാകുന്നത്, ശരിയായ തീരുമാനങ്ങൾ നമുക്ക് എടുക്കുവാൻ സാധിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ സർഗാത്മകതയെ, നൈസർഗികമായ സർഗാത്മകതയെ നമ്മൾക്ക് പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കുന്നത്, നമ്മുടെ വ്യക്തിത്വം ദൈവരാജ്യ മൂല്യങ്ങൾക്കനുസരിച്ച് വളരുവാൻ സാധിക്കുന്നത്. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.